നമസ്കാരം. 3 ആഴ്ച പിന്നിടുന്ന വി.ഡി. സതീശൻ്റെ ഭരണം പൊതുവെ തരക്കേടില്ലാത്ത വിധത്തിൽ മുമ്പോട്ട് പോകുന്നു. എങ്കിൽ പോലും ചില അപസ്വരങ്ങൾ അവിടെയും ഇവിടെയുമുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിലെ നിയമനങ്ങളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. സർക്കാർ തലത്തിലുള്ള ട്രാൻസ്ഫറുകൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇന്നോ നാളെയൊക്കെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് മാത്രമല്ല, അതിനിടയിൽ ഒരു വിവാദം ഉണ്ടാവുകയും അത് തിരിച്ചടിയാവുകയും ചെയ്തു. ബന്ധു നിയമനം. മന്ത്രി സണ്ണി ജോസഫ് അദ്ദേഹത്തിന് അളിയനെ സ്വന്തം ഓഫീസിൽ നിയോഗിച്ച് പുലിവാലി പിടിച്ചു. ഒടുവിൽ അളിയനെ രാജിവെച്ചു പോവേണ്ടി വന്നു. അതൊക്കെ ചെറിയ തോതിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ആകപ്പാടി സർക്കാരിനുള്ള ഗുണം, പുതിയ സർക്കാർ ചെയ്യുന്ന എല്ലാ അബദ്ധങ്ങളും അതിനേക്കാൾ ശക്തമായ രീതിയിൽ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഏക്കത്തില്ല പ്രതിപക്ഷം പറയുമ്പോൾ എന്നത് മാത്രമാണ്. ബന്ധു നിയമന വിവാദത്തിനൊരു ഗുണമുണ്ട്. മറ്റ് മന്ത്രിമാർ അവരുടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റാൻ പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു അതീവ ജാഗ്രത കാണും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് തിരികെ കയറ്റാനുള്ള നീക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് വിവാദമുണ്ടായത്. അതേസമയം ഈ സർക്കാർ ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ഒരു പുതിയ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ അവർ ആദ്യം ചെയ്യേണ്ട ചില ജോലികൾ ഇതുവരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ വരെ മാറ്റി. എന്തിനേറെ, കോൺഗ്രസ്സുകാരനായ സിദ്ധരാമയ്യ രാജിവെച്ച് പകരം ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയായപ്പോൾ സകല ഉദ്യോഗസ്ഥരെയും മാറ്റി. എന്നാൽ 10 വർഷം പിണറായി ഭരിച്ചതിൻ്റെ അവശിഷ്ടങ്ങളായ ഉദ്യോഗസ്ഥർ തന്നെയാണ് വി.ഡി. സതീശനെയും നിയന്ത്രിക്കുന്നത്. വി.ഡി. സതീശൻ ഉദ്യോഗസ്ഥരോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ട, പരമാവധി സഹകരിച്ചു പോകാം എന്ന നിലപാടുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെയൊരു സമീപനമെടുക്കുന്നത്. പടിപടിയായി റീഷഫിൾ ചെയ്യാം എന്നാണ് വി.ഡി. സതീശൻ്റെ ആലോചന. എന്നാൽ അതിൻ്റെ ഒരു ഡേഞ്ചർ, ഈ റീഷഫിളിങ്ങിന് നേതൃത്വം കൊടുക്കേണ്ടത് പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് എന്നതാണ്. ഡോക്ടർ ജയതിലക് എന്ന് പറയുന്ന അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി പോലും ആവേണ്ട ആളല്ല. അത്ര ഗൗരവമേറിയ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. UDF-നെ ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ച റിപ്പോർട്ടർ ചാനൽ ഉടമകളുടെ മരം മുറിക്ക് നിദാനമായ ആദ്യത്തെ ഉത്തരവിറക്കുന്നത് ഇദ്ദേഹം റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. മാത്രമല്ല, സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നപ്പോൾ വലിയ അഴിമതി നടക്കുകയും അതേക്കുറിച്ച് CBI അന്വേഷണത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. എന്നാൽ പിണറായി സർക്കാർ ഇടപെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഈ CBI അന്വേഷണം പാടില്ല എന്ന നിലപാടെടുത്ത് രക്ഷിക്കുകയായിരുന്നു. വിജിലൻസിൽ പരാതി വന്നു, അന്വേഷിച്ചിട്ടില്ല. ആദിവാസി ഭൂമി കുംഭകോണത്തിൽ അദ്ദേഹത്തിന് മേൽ ആരോപണമുണ്ട്. ഓഫീസിൽ ഹാജരാവില്ല എന്നുള്ള പരാതിയുണ്ട്. ഇത്തരം ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടും പിണറായിക്ക് സ്തുതി പാടാൻ, പിണറായിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ KM എബ്രാഹിം എന്ന പിണറായിയുടെ ടീം മാനേജർ നിർദ്ദേശിച്ച ആളായിരുന്നു ഡോക്ടർ ജയതിലക്. ആ ജയതിലക് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ്. വി.ഡി. സതീശനോട് പലരും ജയതിലകിനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് 1 മാസം കൂടി റിട്ടയർ ചെയ്യാനുള്ളൂ, ഈ മാസം 30-ന് റിട്ടയർ ചെയ്യുകയാണ്, നമ്മളാ എന്തിനു ഉപദ്രവിക്കണം, അയാൾ റിട്ടയർ ചെയ്ത് പോവട്ടെ എന്ന സമീപനമെടുത്തു. എന്നാൽ ഈ ആനുകൂല്യത്തിൽ അയാൾ പലപ്പോഴും വി.ഡി. സതീശനെ പ്രതിസന്ധിയിലാക്കുകയും സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്നു. കാരണം സാങ്കേതികമായി ചീഫ് സെക്രട്ടറി പറയുന്നതൊക്കെ ശരിയാണെന്നൊരു മുഖ്യമന്ത്രി വിശ്വസിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്, പ്രശാന്തിനെയും അശോകിനെയും തിരിച്ചെടുക്കാൻ വി.ഡി. സതീശൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞതാണ്. പക്ഷെ സാങ്കേതിക കുരുക്കുകൾ ഉയർത്തിക്കാട്ടി ഇത്ര കാലം നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ മുഖ്യമന്ത്രി കർക്കശമായി നിർദ്ദേശിച്ചപ്പോഴാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. ആ പിൻവലിക്കലും ഒരു കെണിയൊരുക്കി വെച്ചു. അന്വേഷണം തുടരുകയാണ്, സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നാണ്. അങ്ങനെ വെറുതെ സസ്പെൻഷൻ പിൻവലിക്കാനായിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ ചെയ്യാമായിരുന്നല്ലോ. നടപടിക്രമങ്ങളുടെ പേര് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഇങ്ങനെയൊരു പിൻവലിക്കൽ കൊണ്ട് എന്താണ് കാര്യം? ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിനിടയിൽ താൻ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് കിഫ്ബി സിഇഒയുടെ ചുമതല വേണം എന്നാവശ്യപ്പെട്ട് ചില ഉന്നത കേന്ദ്രങ്ങളിൽ ജയതിലക് സമ്മർദ്ദം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ KM എബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി ഈ ജയതിലക് വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് അഴിമതികൾ കിഫ്ബിയിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ട്. നല്ല ഉദ്യോഗസ്ഥർ വല്ലതും അതിന് ചുമതലയിലേക്ക് വന്നാൽ ഇതേക്കുറിച്ച് വരുന്ന അന്വേഷണത്തിൽ KM എബ്രാഹിം പെടും. അതൊഴിവാക്കാൻ KM എബ്രാഹിം നിർദ്ദേശിച്ച ആളാണ് ജയതിലക്. ജയതിലക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ പദവി തരണം എന്നാവശ്യപ്പെട്ട് പലരോടും സഹായം ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സർക്കാരിനെ ഒന്നിനുമേൽ ഒന്നിലേക്ക് കുരുക്കിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ജയതിലക്. ഈ ജയതിലക് പലപ്പോഴും പക വീട്ടാൻ വേണ്ടി പെരുമാറുന്നു എന്ന ആരോപണമുണ്ട്. നിരവധി ആളുകളെ അദ്ദേഹം പക വീട്ടി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ബി അശോകിനെ സസ്പെൻഡ് ചെയ്തത് തെരഞ്ഞെടുപ്പിന് ശേഷമാണെന്ന് ഓർക്കണം. ഏതൊരു അഭിമുഖത്തിൻ്റെ പേര് പറഞ്ഞ് പ്രശാന്തിനെ ഏതാണ്ട് 2 വർഷത്തോളമായി 9 തവണ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുക. ഒരു അന്വേഷണവും പൂർത്തിയാവുന്നില്ല. ഒരാളുടെ മേലൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അന്വേഷണം പൂർത്തിയാക്കി നടപടിയെടുക്കുന്നതാണ്
ഒരു മിടുക്കനായ മേലുദ്യോഗസ്ഥന്റെ മിടുക്ക്. അത് അദ്ദേഹത്തിനില്ല. സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുക, ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ അടുത്ത കേസിൽ പുറത്തു നിർത്തുക, അങ്ങനെ ജീവിതകാലം മുഴുവൻ പുറത്തു നിർത്തുക എന്ന കുതന്ത്രത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ചെയ്തത്. ഇതിനിടയിലാണ് സർക്കാർ മാറിയതും പ്രശാന്തും അശോകും തിരിച്ചു വരുന്നതും. ഈ ഒരു മാസം പ്രശാന്തിനെയും അശോകിനെ പുറത്തു കയറാൻ കഴിയില്ലെന്നറിയാം. അവർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അതിന് വ്യത്യാസമുണ്ടാവും. പക്ഷെ ആരെങ്കിലും ഒക്കെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ ജയതിലകിന് ഉറക്കം വരില്ല. ജയതിലകിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര വയനാട് കളക്ടർ DR മേഘശ്രീ എന്ന യുവതിയാണ്. മേഘശ്രീ തന്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ വളരെ വേദനയോടുകൂടിയാണ് തന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. നിരന്തരമായി തനിക്ക് കത്തയച്ച് ഭയപ്പെടുത്തുന്നു, തന്നെ ഭീഷണിപ്പെടുത്തുന്നു, തന്നെ ഹരാസ് ചെയ്യുന്നു എന്ന് വയനാട് കളക്ടർ പലരോടും പരാതിപ്പെടുന്നു. പക്ഷെ മേലുദ്യോഗസ്ഥനായത് കാരണം അവർക്ക് നിയമപരമായി നടപടിയെടുക്കാൻ പേടിയാണ്. അവർ ചെയ്യാത്ത കുറ്റമൊക്കെ അവരുടെ മേൽ ചുമത്തിക്കൊണ്ട് അവരെ അധിക്ഷേപിക്കുകയാണ് എന്ന അതിശക്തമായ ആരോപണം രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊരു കാരണമായി പറയുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അവരുടെ ബാങ്ക് വായ്പകൾ അടക്കമുള്ള വായ്പകളും ബാധ്യതകളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് സംബന്ധിച്ച് ഉത്തരവും ഇറങ്ങി. എന്നാൽ സർക്കാരിന്റെ കയ്യിൽ കാശില്ലാതിരുന്നത് കൊണ്ടും നിയമപരമായ തടസ്സങ്ങളുള്ളതുകൊണ്ടും ഫയലുകൾ വേണ്ട വിധത്തിൽ നീങ്ങാത്തത് കൊണ്ടും ഈ പണം വയനാട് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറിയില്ല. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-ന് ദോഷം ചെയ്തു. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ വയനാടിന്റെ പേരിൽ ബഹളം വയ്ക്കുമ്പോഴാണ് ആളുകൾ പറയുന്നത് അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല എന്ന്. ഇതിന്റെ വീഴ്ച കളക്ടറുടേതാണ് എന്ന് പറഞ്ഞ് കളക്ടർക്ക് വളരെ പരുഷമായ ഭാഷയിൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശപ്രകാരം കത്തുകൾ അയക്കുന്നു, മെമ്മോ കൊടുക്കുന്നു, നോട്ടീസ് അയക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. ഈ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു. അതിനുശേഷം ചീഫ് സെക്രട്ടറി നിർദ്ദേശപ്രകാരം അഡീഷണൽ സെക്രട്ടറി ബിന്ദു സി വർഗീസ് അയച്ച കത്തിൽ പറയുന്നു, ജില്ലാ ഭരണകൂടം തന്നെ ആദ്യം നിർദ്ദേശിക്കുകയും മന്ത്രിസഭയുടെ അംഗീകാരത്തിന് അടിസ്ഥാനമാവുകയും ചെയ്ത അതേ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗുണഭോക്താക്കളുടെ വിവരങ്ങളെക്കുറിച്ചും വീണ്ടും എന്തിനാണ് വ്യക്തത തേടുന്നത്? ജനുവരി 29 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും സർക്കാർ അനുവദിച്ച തുക 5 മാസം കഴിഞ്ഞിട്ട് ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? പരുഷമായ ഭാഷയിൽ ചോദിക്കുകയും അതിന് പേരിൽ നടപടി ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ഭരണപരമായ നടപടിക്രമങ്ങളും ട്രഷറി സംബന്ധമായ പ്രശ്നങ്ങളുമാണ് ഈ കാലതാമസത്തിന് പ്രധാന കാരണമെന്നാണ് ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കത്തിടപാടുകളാണ്. ഈ രേഖകളിലേക്ക് നമ്മൾ ഓടിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം ബോധ്യമാകും. ഇത് കളക്ടറുടെ ഭാഗത്തെ വീഴ്ചയല്ല, സെക്രട്ടേറിയറ്റിലെ വീഴ്ചയാണ്. മാത്രമല്ല ഈ വീഴ്ച വരുത്തിയ ചീഫ് സെക്രട്ടറിയും ഈ വീഴ്ച വരുത്തിയ വകുപ്പ് സെക്രട്ടറി രാജമാണിക്യവും ഒക്കെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ച് പേടിപ്പിക്കുന്നത്. സെക്രട്ടറിയിലെ ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം അനുസരിച്ച് ഇതിനാധാരമായ ഫയൽ മാർച്ച് 15 മുതൽ മെയ് 6 വരെ സെക്രട്ടറിയിലെ ദുരന്ത നിവാരണ വകുപ്പിനുള്ളിൽ തന്നെയാണ് വിവിധ സെക്ഷനുകളിലായി കറങ്ങിക്കിടക്കുന്നത്. ഓർക്കണം, മാർച്ച് മുതൽ മെയ് 6 വരെ ഇതിന്റെ ഫയലുകൾ അവിടെ സെക്രട്ടേറിയറ്റ് തന്നെ ഉണ്ട് എന്ന് ഈ ഫയലിംഗ് ട്രാക്കിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കത്തയച്ച ബിന്ദു വർഗീസും വകുപ്പ് സെക്രട്ടറി രാജമാണിക്യവും ചീഫ് സെക്രട്ടറി ജയതിലകും കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ മാസങ്ങളോളം ഫയൽ കൈവശം വെച്ചതായി ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് ഇവരെല്ലാം കൂടി വയനാട് കളക്ടർ എന്തോ കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു രേഖ കൂടി വ്യക്തമാക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഇരകൾക്ക് ഉപജീവന സഹായത്തിനായി നേരത്തെ അനുവദിച്ച തുക യഥാസമയം ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയാത്തതിനാൽ സാമ്പത്തിക വർഷാവസാനത്തോടെ ലാപ്സ് ആയത് ഏപ്രിൽ 17 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി K. ബിജു പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ സമ്മതിക്കുന്നുണ്ട്. അതായത് സമയത്ത് അങ്ങോട്ട് പണം മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് ലാപ്സ് ആയത് എന്ന് കളക്ടറെ ദുരന്ത നിവാരണ സെക്രട്ടറി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഉപജീവന സഹായത്തിനായി 6 കോടിയാണ് ആദ്യം അനുവദിച്ചത്. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിന് വേണ്ടി 3 കോടി 19 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ തുക വയനാട് കളക്ടർ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കാത്തതിനാൽ തുടർന്ന് ഫണ്ട് തനിയെ ലാപ്സ് ആവുകയായിരുന്നു. ഈ 3 കോടി 19 ലക്ഷം രൂപ വയനാട് കളക്ടർ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്കായിരുന്നു. അവരത് ചെയ്തില്ല. അതുകൊണ്ട് ആ തുക ലാപ്സായി. പിന്നീട് വീണ്ടും അത് അനുവദിക്കേണ്ടി വന്നു. ഈ വീണ്ടും അനുവദിക്കേണ്ടി വന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. റവന്യൂ സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ദുരന്ത നിവാരണ സെക്രട്ടറിയുടെയും ഒക്കെ വീഴ്ചയാണ്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ വയനാട് കളക്ടറെ ബലിയാടാക്കുന്നു. ഏപ്രിൽ 18 സംസ്ഥാന സർക്കാരിന്റെ ഒരു കത്ത് വയനാട് കളക്ടർക്ക് വന്നു. വർഷാവസാനമാണ്, സാമ്പത്തിക ക്ലോസിംഗ് നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്ന് അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് മേഘശ്രീയെ അപമാനിക്കാൻ ഇപ്പോൾ ഈ നീക്കം നടക്കുന്നത്? അത് ബിന്ദു വർഗീസ് എന്നു പേരുള്ള അഡീഷണൽ സെക്രട്ടറിക്ക് മേഘശ്രീയുമായി ചില വ്യക്തിപരമായ വിരോധമുണ്ടെന്നും ആ വിരോധം തീർക്കാൻ ബിന്ദു വർഗീസ് ചീഫ് സെക്രട്ടറി സഹായം തേടിയെന്നുമാണ് സെക്രട്ടേറിയറ്റിലെ അണിയറ വൃത്തങ്ങൾ പറയുന്നത്. ഈ മേഘശ്രീ തുടർച്ചയായ ഈ ഹരാസ്മെന്റിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞെന്നും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോലും
ആലോചിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ. ഞാൻ ഈ കത്തിടപാടുകളുടെ ഒക്കെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ജൂനിയർ IAS ഓഫീസറായ മേഘശ്രീയെ ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത്. അതിന് കാരണം ആരെയെങ്കിലുമൊക്കെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഈ ചീഫ് സെക്രട്ടറിയുടെ രീതിയാണത്രേ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രശാന്തിനെ കയ്യിൽ കിട്ടാതെ വന്നപ്പോൾ മേഘശ്രീയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചത്. ഇത്തരത്തിൽ ജൂനിയർ ഉദ്യോഗസ്ഥർ പലരും പരാതിയുമായി രംഗത്തുണ്ടെന്നും IAS അസോസിയേഷൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെടുമെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുണ്ട്. ഇങ്ങനെ ഒരു ചീഫ് സെക്രട്ടറിയാണ് VD സതീശൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്നത് VD സതീശനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.